നെയ്ബോർഡ് സ്ട്രീറ്റിലെ ഹോണ്ടഡ് ഹൗസ് എന്നറിയപ്പെടുന്ന ബെൽ ഹൗസ്. അവിടെയുള്ള കിണറിൻ്റെ ടണലാണ് മിലിറ്ററിക്കാർ നാളിതുവരെ തിരിയുന്ന അമാനുഷിക ആയുധം കണ്ടെത്താനുള്ള ഏക വഴി. ടാനിയലിൻ്റെ തലയ്ക്കുള്ളിൽ കയറി ഈ വിവരം ചോർത്തിയെടുക്കുന്ന ഡിക് ഹാലറനെ നമ്മൾ വീണ്ടും കാണുമ്പോൾ നല്ല അവശനായിട്ടുണ്ട് അയാൾ. മെൻ്റലി അത്രയും സ്ട്രെയിൻ എടുത്തപ്പോൾ അതിലൂടെ കടന്നുപോയ ടാനിയലിനോ വായിൽ നിന്ന് നൊരയും പതയും വന്ന് ഒരപസ്മാരം തന്നെ അവിടെ ഉണ്ടാവുകയാണ്. സന്ദർഭം കൈവിട്ടു പോകാൻ തുടങ്ങുന്നതുകൊണ്ട് ഡിക്ക് അവനെ രക്ഷിക്കാൻ മറ്റുള്ളവരെ തത്രപ്പെട്ട് വരുത്തി ചികിത്സിക്കാൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഫ്രാൻസിസ് ഷായുടെ സംതൃപ്തി ഒടുവിൽ ഡിക്ക് ആ രഹസ്യം കണ്ടുപിടിച്ചു എന്നതേക്കുറിച്ചു. നടക്കുന്നത് ഇനിയും മനസ്സിലായിട്ടില്ലാത്ത ഹാൻലണെ ഇനി പൂർണ്ണമായും പറഞ്ഞ് ക്ലിയറാക്കാനാണ് ഫ്രാൻസിസ് ശ്രമിക്കുന്നത്. ഭൂമിയിലേക്ക് പതിച്ച ആ സംഭവത്തിൻ്റെ ചീളുകൾ വെച്ച് നിർമ്മിച്ചെടുത്ത 13 വസ്തുക്കൾ, 13 പില്ലേഴ്സ്, സ്തംഭങ്ങളെന്ന് ഗോത്രവർഗ്ഗക്കാർ പറയുന്ന ആ അതിരുകൾ സത്വത്തെ പുറത്തു കടക്കാതിരിക്കാനുള്ള ഒരു തടവറയെ മാറ്റി. ഇപ്പോൾ പില്ലേഴ്സ് കണ്ടെത്തി ആ ക്രിയേച്ചറെ പിടിച്ചെടുക്കുക. അതാണ് ഫ്രാൻസിസിൻ്റെയും സംഘത്തിൻ്റെയും ഒരേ ഒരു ലക്ഷ്യം. ഇത്രയൊക്കെ കേട്ട ഹാൻലണ് ഇനി വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നതും ഇതേപോലെ അമ്പരപ്പിക്കുന്ന സംഭവങ്ങളാണ്. ജനറൽ ഷായി പറയുന്നതൊക്കെ ഹാൻലണിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈ ഡെറി ടൗൺ ഒരു ജയിലാണ്. താൻ ഉൾപ്പെടെയുള്ള മിലിറ്ററി സംഘം തിരയുന്നത് അതിൻ്റെ അഴികളും. ആ അഴികൾ കണ്ടെത്തി ഓരോന്നായി കുറച്ചാൽ അതിനെ പിടികൂടാം. പക്ഷേ എങ്ങനെയാണ് ഇവർ ഈ ജീവിയെ പിടികൂടി സോവിയറ്റ് യൂണിയനെതിരെ പ്രയോഗിച്ച് ആ ശീതയുദ്ധത്തിൽ വിജയിക്കാൻ നോക്കുന്നത്? ജനറലിനും അതിനൊരു ഉത്തരം ഇപ്പോൾ ഇല്ല. കാരണം അതും ഇന്നത്തെ കാര്യം. ഇപ്പോൾ ഇതിനെ കണ്ടെത്തി മെരുക്കിയെടുക്കാനാണ് അവരുടെ ലക്ഷ്യം. ഇത്രയും പ്രശ്നമുള്ള സ്ഥലത്തേക്ക് തന്നെ വിളിച്ചു വരുത്തിയനല്ല ഹാൻലയുടെ ദേഷ്യം. ഇതെല്ലാം അറിഞ്ഞിട്ടുകൂടി തൻ്റെ കുടുംബത്തെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് തടുത്തില്ല എന്നതിൻ്റെ കാര്യത്തിലാണ്. അവരും ഇപ്പോൾ അപകടത്തിലായിരിക്കുമല്ലേ. ഫ്രാൻസിസ് എന്തായാലും തണുപ്പിക്കാനെന്ന മട്ടിൽ ആ ആയുധം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ 51-ൽ നോർത്ത് കൊറിയയുമായിട്ടുണ്ടായ പൂസാൻ പെരിമീറ്റർ യുദ്ധത്തിൽ അത്രയും പട്ടാളക്കാർ മൃത്യുവരിച്ചു വേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നോർത്ത് കൊറിയൻ അധിനിവേശത്തിനെതിരെ യുണൈറ്റഡ് നേഷൻസ് സേന പരാജയപ്പെടുന്നതിൽ നിന്നും ചെറുത്തുനിൽപ്പ് നടത്തിയ ഒരു 140 മൈൽ ഡിഫൻസ് ലൈനായിരുന്നു ഈ പൂസാൻ പെരിമീറ്റർ. ഇവിടിപ്പോൾ 400 കൊല്ലമായി ഈ ജീവിയെ തടവിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ കാക്കുന്ന സീക്രട്ട് സൊസൈറ്റിയിലെ ഒരുവനാണ് ടാനിയൽ എന്ന് ഹാൻലൺ അറിയുന്നതോടൊപ്പം ഡിക് ഹലോറാൻ അവൻ്റെ ഓർമ്മയിൽ നിന്ന് ചൂഴുന്നത് വെച്ച് നെയ്ബോർഡ് സ്ട്രീറ്റിലെ വെൽ ഹൗസിനകത്തുള്ള ടണൽ വഴി ഈ 13 തൂണുകൾക്കടുത്തേക്കും ചെന്നെത്താൻ കഴിയും എന്നും മനസ്സിലാക്കുന്നു. നാളെ തന്നെ കേണൽ ഫുള്ളർ ഉൾപ്പെടെ ഒരു കൊച്ചു സംഘമായി ആ സ്തംഭങ്ങൾ നിലനിൽക്കുന്ന പരിധി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങണമെന്നുള്ള ഫ്രാൻസിസിൻ്റെ വാക്കുകളൊന്നും തീർച്ചയായും ഹാൻലണിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തൻ്റെ കുടുംബത്തെ ഈ അപകടത്തിലേക്ക് വരുത്തിയതിൽ അയാൾക്കൊട്ടും ക്ഷമിക്കാനാവില്ല. ഹാൻലൺ ഇവിടെ ഇടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ അവനെ, നമ്മുടെ ചെക്കനെ വീണ്ടും കാണുവാണ്. ആദ്യ എപ്പിസോഡ് കഴിഞ്ഞത് മുതൽ എന്ത് പറ്റിയിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന മാറ്റിയെ. ലിലി വഴി നമ്മൾ അവൻ്റെ അടുത്തേക്ക് എത്തുന്നത് ഒരു ആശുപത്രി സന്ദർശനത്തിൽ നിന്നുമാണ്. മാർജിൻ്റെ കണ്ണിനുള്ളിലായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, മൊത്തം പുറത്താണ്, തുന്നിക്കെട്ടലൊക്കെയായി. അവളെ ഒന്ന് കാണാൻ വന്ന് നിൽക്കുന്ന ലിലിയെ കണ്ട് സിസ്റ്ററിന് വരെ ഇപ്പോൾ പേടി. എല്ലാവരും ഈ പാവപ്പെട്ടവളെ വയലൻ്റായിട്ട് ചെയ്ത ആക്രമണം എന്നാണല്ലേ കരുതിയിരിക്കുന്നത്. അവിടെ പഞ്ചപാവമായി നിൽക്കുന്നത് കണ്ട് മാർച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് നേഴ്സിനെ പറഞ്ഞു വിട്ടിട്ട് ലിലിയെ അടുത്ത് വിളിച്ചു വരുത്തി അവളുടെ ആവലാതിയെ കെടുത്തുന്നത് മാർച്ച് ഇവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത് കണ്ണാടി പൊട്ടി കണ്ണിൽ തറച്ചു കയറി കരഞ്ഞ വഴിക്ക് ലിലി രക്ഷിക്കാൻ വന്നതാണെന്നാണ്. ലിലി ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് അവിടെ റിലീഫ് ഉണ്ടാവുന്നെങ്കിലും മിക്കവരും ഇത് ലിലിയുടെ അറ്റാക്ക് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. റിച്ചിന് വരെ ഇങ്ങനെ ഡൗട്ട് ഉള്ളതിലും തെറ്റു പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. ആ ഭീകര എക്സ്പീരിയൻസിലൂടെ എന്തായാലും ലില്ലിയുടെ പക്ഷം മാർജും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നതായി നമുക്കിവിടുന്ന് മനസ്സിലാവുമ്പോൾ ടീംസ് അവരുടെ താവളമായ ടവറിലേക്ക് ചർച്ചയ്ക്ക് നടക്കുമ്പോൾ റോണി അഭിപ്രായപ്പെടുന്നത് പോലീസിനോട് മാർച്ച് അവൾക്കൊണ്ട അനുഭവം പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല എന്നാണ്. ബോവേഴ്സിൻ്റെ നിലപാട് മുന്നേ അവർ കണ്ടതുകൊണ്ട് ആ ബുദ്ധി നടപ്പാവില്ലെന്നും ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ ടവറിലെത്തിയിരിക്കുമ്പോഴാണ് അവിടെ ടെൻറ്റിലായി ചുമയും ശബ്ദമൊക്കെ. പിള്ളേരെന്ന് കരുതി നിൽക്കെ വിറച്ച് വിറങ്ങലിച്ച് അവശനായി പുറത്തു വരുന്ന മാറ്റിയും. പക്ഷേ നിറമൊക്കെ മാറി വിളറി വെളുത്ത പരുവത്തിലാണ് ചെക്കൻ. പൊന്നുമോൻ എന്താ പറ്റിയേ? അപ്പോൾ അവൻ മരിച്ചിട്ടില്ലെന്ന് ഇവർക്ക് ഉറപ്പാകുമ്പോൾ ഇത്ര നാൾ എവിടെയായിരുന്നു എന്നറിയേണ്ടതുണ്ട്. അഴുക്കുചാലിൽ ഡെറി ടൗണിൻ്റെ അടിയിലൂടെ പോയിരിക്കുന്ന സ്യൂവേഴ്സിലായിരുന്നു അവൻ ട്രാപ്ഡായി കിടന്നത്. അവിടെയാണ് അതുള്ളത്. ആ ക്ലൗൺ എന്ന് ലിലി അറിയിക്കുമ്പോൾ മാറ്റിയെ പോലെ വേറെയും കുട്ടികളെ അത് അടക്കി വെച്ചിരിക്കുകയാണ്. അവരിലെ ആ പേടി ഭയം കണ്ട് അതിൽ ആസക്തനാകാനായി. ആ ക്ലൗൺ രാത്രിയിലാണ് ഇര തേടി ഇറങ്ങുന്നത്, പകൽ മൊത്തം ഉറക്കവും. അങ്ങനെ കാത്തിരുന്ന ഒടുവിൽ ഒരു തരം കിട്ടി രക്ഷപ്പെട്ട് പുറത്തു വന്നതാണ് മാറ്റി. മാറ്റി പറയുന്ന നിർണായകമായൊരു കാര്യം, ഫിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സംസാരിക്കാനോ ചലിക്കാനോ കഴിയില്ലെങ്കിലും അവൻ ഇറ്റിൻ്റെ ട്രാപ്പിൽ ഇപ്പോഴും ഉണ്ട്. ടെഡിയും സൂസിയും പക്ഷേ ഇല്ല. അവർ രണ്ടുപേരും മാറ്റിയുടെ മുന്നിൽ കിടന്നാണ് നരകിച്ചു തീർന്നത്. അതിൽ ഭീകരം ടെഡിയുടെ തലച്ചോറ് വരെ മാറ്റിയുടെ കൺമുമ്പിൽ വെച്ച് പൊട്ടിച്ചു കഴിച്ചതാണ്. എന്തായാലും ഇപ്പോൾ മാറ്റി തിരിച്ചെത്തി പറഞ്ഞ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞാൽ ഹാങ്കിൻ്റെ നിരപരാധിത്വം തെളിയും. റോണിക്ക് തൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടുകയും ചെയ്യും. പോലീസിനോട് പറയാൻ നിർബന്ധിക്കുന്നതിലും മാറ്റി ഒരു തരത്തിൽ അടുക്കാത്ത കാര്യം പോലീസിൻ്റെ അടുത്തെത്തിയാൽ അവർ തന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും, അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക്. ഒരിക്കലും അവനവിടേക്ക് പോവുകയേ വേണ്ട. വീട്ടിലേക്ക് പോകുന്നതിനും നല്ലത് ആ ഓട തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ്റെ അച്ഛൻ അത്രയ്ക്കും ക്രൂരനായ ഒരാളാണെന്നർത്ഥം. മാറ്റി അങ്ങനെ ഒടുവിൽ തിരിച്ചെത്തിയതിൽ സമാധാനമുണ്ടെങ്കിലും ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നമായി പിള്ളേർക്ക് മുന്നിൽ നിൽക്കെ. പക്ഷേ ഹാങ്കിൻ്റെ കാര്യം കഷ്ടമാണ്. അയാളെ ബൊവേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഷോഷാങ് ജയിലിലേക്ക് മാറ്റാനുള്ള ഏർപ്പാട് നടത്തി
ആ കുപ്രസിദ്ധമായ കാരാഗ്രഹത്തിലേക്കുള്ള ദൂതായ ഇടിവണ്ടിയിൽ കയറ്റാൻ കൈവിലങ്ങും വെച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഷാർലറ്റും ആശങ്കയിൽ അവിടെ ഉണ്ട്. കാരണം ഹാങ്കിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് വളരെ വേഗം തന്നെ ഇനി ചെയ്തേ പറ്റൂ. ഈ ശോശാങ്കിൽ എത്തിപ്പെട്ടാൽ അവിടുത്തെ കുറ്റവാളികളുടെ കൈകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു വീണേക്കാവുന്ന അത്രയും ഭീകരമായ ഒരു നശിച്ച സ്ഥലമാണ് ആ പ്രസൻ. ജനങ്ങളെല്ലാം ഹാങ്കിനെ അറപ്പോടെ നോക്കി നിൽക്കെ കാണാതെ പോയ കുട്ടിയുടെ അച്ഛൻ ഫില്ലിൻ്റെയും സൂസിയുടെയും ആയിരിക്കണം. അയാൾ സുരക്ഷാ സംവിധാനം ഭേദിച്ച് ഹാങ്കിനടുത്തേക്ക് എത്തി തോക്ക് ചൂണ്ടി ഒരു പ്രശ്നാന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ആ ബഹളത്തിൽ ഷാർലറ്റ് നോക്കുമ്പോൾ കാണാം ഈ വയലൻസ് എല്ലാം നിന്ന് ഒരു രസത്തോടെ ഒരു വല്ലാത്ത ചിരിയോടെ നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു പോലീസുകാരന്. ഇവരുടെ എല്ലാ മൈൻഡിൽ ആ എൻറ്റിറ്റി നടത്തുന്ന കളികളാണതൊക്കെ. ഈ നാട്ടിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നാൻ തുടങ്ങി ഷാർലറ്റ് ഹാങ്കിനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിലാക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പോലീസുകാരാണ് പ്രശ്നമെങ്കിൽ പട്ടാളക്കാരുടെ അതിക്രമം മൂലം ടാനിയലിനെ ഒരു കാര്യവുമില്ലാതെ പിടിച്ചുകൊണ്ടുപോയ വിവരം റോസിൻ്റെ ചെവിയിലേക്കും എത്തുകയാണ്. പിന്നെ നടക്കുന്നതോ അവർ വീറോടെ ഫ്രാൻസിസിനെ പോയി നേരിടുന്നു. ഇതാണോ നിങ്ങളുടെ പൈപ്പ് ലൈൻ പദ്ധതി എന്നൊക്കെ സ്വാരസ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ അനന്തരവനായിട്ട് പീഡിപ്പിച്ചതിൻ്റെ അമർഷത്തിൽ നിൽക്കെ റോസിനോട് ഷായുടെ ഒരു കൺഫെഷൻ എന്താണെന്ന് വെച്ചാൽ, മുന്നേ ആൻറ്റിക് ഷോപ്പിൽ വെച്ച് പറഞ്ഞിരുന്നില്ലേ, കുഴിയെടുക്കുന്നത് നിർത്തിക്കാനുള്ള സ്റ്റേ ഓർഡർ കണ്ടപ്പോഴാണ് റോസിനെക്കുറിച്ചും ഡെറിയിൽ പണ്ടുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും ഓർമ്മ വന്നതെന്ന്. എന്നാൽ അതൊരു നുണയായിരുന്നു. 5 കൊല്ലം മുൻപ് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രാൻസിസിന് ഒരു ഡ്രഗ് നൽകിയിരുന്നു, സെക്യൂരിറ്റി പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി. എന്താ അല്ലേ, നടക്കട്ടെ, നല്ല കാര്യമല്ലേ, വൈ നോട്ട്. ജനറലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ഡിഫൻസ് ലഹരി നൽകിയത്. പക്ഷേ ആ ഒരു സംഭവത്തോടെ തന്നെ ഫ്രാൻസിസിന് ഡെറിയിൽ നടന്ന സംഭവങ്ങളുടെ എല്ലാം ഓർമ്മകൾ തിരിച്ചെത്തിയിരുന്നു. അന്ന് കുഞ്ഞു ഫ്രാൻസിസിൻ്റെ പേടിയായിരുന്ന സ്കെലറ്റൻ മനുഷ്യൻ്റെ രൂപത്തിലെത്തിയ ഗാലുവിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം റോസ് ആരോട് പറയുമെന്ന് പറഞ്ഞു കൊടുത്ത ആ രഹസ്യം, ഭൂമിയിലേക്ക് പതിച്ച നക്ഷത്രവും ഗാലുവും ഗോത്രവർഗവും ഒടുവിൽ അതിനെ തളച്ചതുമൊക്കെ ഇത് വീണ്ടും ഓർമ്മയിൽ മിന്നി തുടങ്ങിയപ്പോൾ ജനറലിന് അതൊരു പുതിയ വഴിയായിരുന്നു, ഈ രാജ്യത്തെ തന്നെ സകല ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. റോസിന് മനസ്സിലായി ഷായുടെ ഉദ്ദേശം ഗാലുവിനെ കൂച്ചുവലങ്ങിട്ട് അവരുടെ ചൊൽപ്പടിക്ക് നടത്തിക്കാനുള്ള പ്ലാൻ ആണെന്ന്. പക്ഷേ അത് ഒരിക്കലും നടക്കില്ല, കാരണം ഇറ്റ് കാൺട്ട് ബി കൺട്രോൾഡ്. അൺഫോർച്ചുനേറ്റ്ലി ഫ്രാൻസിസ് എല്ലാം ഉറപ്പിച്ചു തന്നെ. ടാനിയലിനെ കൊണ്ട് തന്നെ പില്ലേഴ്സ് എവിടെ ഉണ്ടെന്ന് പറയിച്ചതായി ഷാ അറിയിക്കുന്നതിലും റോസ് ആദ്യമേ വിശ്വസിക്കുന്നില്ല. കാരണം അത് ഉയർപ്പോയാലും ഇവരാരും പുറത്തു പറയില്ലാത്ത രഹസ്യങ്ങളാണ്. നെയ്ബോൾ സ്ട്രീറ്റിലെ വെൽ ഹൗസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതിലൂടെ റോസ് ഞെട്ടുമ്പോൾ ഇനി എന്തായാലും മിലിറ്ററി പിറകോട്ടല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് അഭ്യർത്ഥനയായി ടാനിയലിനെ കൂടെ അങ്ങോട്ടേക്കുള്ള സംഘത്തിനൊപ്പം ചേർക്കാൻ പറയുമ്പോൾ അത് ഇനിയും മരണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയെന്നല്ലേ, അന്ന് നെക്കാനി 13 നക്ഷത്ര ചീളുകൾ പറിച്ചെടുത്തപ്പോൾ ഏക്കനെ കയ്യിലുണ്ടായിരുന്ന ആ കടാര അത് അവളിൽ നിന്നും കൈമാറി റോസിലേക്കെത്തി. അവർ ഇത്രയും കാലം സൂക്ഷിച്ചിരുന്ന ആ ഡാഗറുമായി വൈകാതെ തന്നെ ടാനിയലിനടുത്തെത്തി കൊടുക്കുന്നു. കാരണം അതൊരു സുരക്ഷാ കവചമാണ്. നാളെ അവരോടൊപ്പം ടണലിലേക്ക് ഇറങ്ങുമ്പോൾ എന്തു വന്നാലും കൈവിട്ട് കളയുകയും ചെയ്യരുത്. പക്ഷേ രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നതിൽ ടാനിയലിന് നല്ല സങ്കടമുണ്ട്. മൈൻഡിൽ കയറി ഓർമ്മകളൊക്കെ ചൂഴ്ന്നിടത്തെപ്പറ്റി പറഞ്ഞ് കരയുന്നതിലും റോസ് അതൊന്നും വകവയ്ക്കാതെ അവൻ ആത്മവിശ്വാസം നൽകി പോകുന്നു. ആ ഡാഗർ എങ്ങനെ ഉപയോഗിക്കണമെന്നും സുരക്ഷ എടുക്കുമെന്നൊക്കെ ഡാനിയലിന് നല്ലോണം അറിയാം. ഇതിനിടയിലെ മറ്റൊരു സംഭവം, റോസ് തൻ്റെ കമ്മ്യൂണിറ്റിയോടൊപ്പം ഒരു കൊച്ചു ചർച്ചയിലിരിക്കുകയായിരുന്നു ടാനിയലിനെ മിലിറ്ററി പിടിച്ചുകൊണ്ടുപോയ വിവരം അറിഞ്ഞത്. ഈ സമയത്ത് ഇവരുടെ ചർച്ചയിൽ നിന്നും വെളിവാകുന്ന മറ്റൊരു പ്രധാന കാര്യം, ഈറ്റ് എന്ന എൻറ്റിറ്റി, കമ്മ്യൂണിറ്റിയുടെ ഗാലു, അതിൻ്റെ നടത്തിക്കൂട്ടലിന് ഒരു സൈക്കിളുണ്ട്. 27 വർഷം കൂടുമ്പോഴാണ് ഗാലു വീണ്ടും ഒരു വലിയ പ്രശ്നമായി മാറുന്നത്. അതായത് മുന്നേ മാത്യു പറഞ്ഞത് കേട്ടില്ലേ, പകലുറക്കവും രാത്രി വേട്ടയും. ഇതേപോലെ ഗാലു ഒരു വൻ ആക്രമണം നടത്തി സംതൃപ്തി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ കൊല്ലത്തേക്ക് റെസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിലവിലിപ്പോൾ 1908-ഉം 27 വർഷം കഴിഞ്ഞ് 1935 കഴിഞ്ഞപ്പോൾ 1962 നിൽക്കുമ്പോൾ മുന്നത്തെ വെച്ച് കമ്പയർ ചെയ്താൽ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് കുറച്ച് അയവുണ്ടെന്ന് മുഖ്യനായ ജോൺ പറയുമ്പോൾ ആ അയവെന്ന് നോക്കിയാലോ, 25 പേരെ കാണാതായി, 7 പേരതിൽ മരിച്ചെന്ന് കൺഫേമുമായി, മിക്കതും 5-നും 17-നും ഇടയിലുള്ള പിള്ളേർ. ഇതാണ് ഇറ്റിൻ്റെ മുന്നത്തെക്കാളും ഭേദമുള്ള ആ കണക്ക്. 27 കൊല്ലത്തെ വിശ്രമത്തിന് ശേഷം കുട്ടികളെ ഭയാനകമായ അവസ്ഥയിലാക്കി അവരെ പേടിയുടെ കൊടുമുടിയിലെത്തിച്ച് ഭക്ഷിക്കാനുള്ള ടെററിലേക്ക് ആ എൻറ്റിറ്റി വീണ്ടും അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ്. ഗാലു വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ഇക്കൂട്ടർ വിശ്വസിക്കുന്ന ഒരു നിമിത്തമുണ്ട്. ഈ കോസ്മിക് എൻറ്റിറ്റി വീണ്ടും പ്രസരിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രോസസ്സിൽ നിന്നും പുറന്തള്ളുന്ന എന്തോ ഒന്ന് ഡെറിയിലെ ഭൂജലത്തിൽ കലർന്ന് കളങ്കമാക്കുന്നുണ്ട്. ഈ കാട് ഒരു ഡെറി നാടായി മാറിയ കാലം മുതൽക്കേ നടന്നു വരുന്ന ഒന്നായി ഇവർ കരുതുന്ന ആ കളങ്കം ജലത്തിലേക്ക് കലരുമ്പോഴേക്കും അതുവഴി നാട്ടുകാരിലേക്ക് എത്തും. അതുമൂലം പലരുടെയും സ്വഭാവങ്ങളിൽ പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈയിടെ പല അന്തേവാസികളും നല്ല അഗ്രസീവായി പെരുമാറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടെന്ന് ജോൺ പറയുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ, പോലീസുകാരൻ്റെ ചിരിയും സൂപ്പർ മാർക്കറ്റിലെ എത്തിനോട്ടവുമെല്ലാം ആ എൻറ്റിറ്റിയുടെ കളങ്കം ശരീരത്തിലേക്ക് നിറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഈ നിമിത്തം സൂചിപ്പിക്കുന്നത് വേറൊന്നുമല്ല, 27 വർഷത്തെ ഈ കാലചക്രം അവസാനിക്കുന്നതിന് മുന്നേ ഉള്ള വൺ ലാസ്റ്റ് ബ്ലഡി ഇവൻറ്റ്, അതായത് ഡെറി ചോരപ്പുഴയാകുന്ന ഒരു ഹൊറർ സിറ്റുവേഷൻ. ഇറ്റിൻ്റെ സംഹാരതാണ്ഡവം ഉടനുണ്ടെന്നുള്ള സൂചന മുന്നറിയിപ്പ്. 1935 അത് ഡെറിയെ പിടിച്ചു വലിക്കുക ബ്രാഡ്ലി ഗ്യാങ് മസാക്കറായിരുന്നു. മുന്നേ ഫുള്ളർ പറഞ്ഞത് ഓർമ്മയില്ലേ, റെക്കോർഡ്സിൽ ആ കൂട്ടക്കുരുതി സമയത്ത് ഒരു ക്ലൗണിനെ കണ്ടതായിട്ടുള്ള റിപ്പോർട്ട്.
903 ഹൊറർ സിറ്റുവേഷൻ 88 കുട്ടികളടക്കം 102 പേർ കൊല്ലപ്പെട്ട ദാരുണ സംഭവത്തിനിടയാക്കിയ ഇരുമ്പ് പണി നടത്തുന്ന ഒരു സ്റ്റീൽ മില്ലിലെ വൻ പൊട്ടിത്തെറിയും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ നശിച്ച എൻറ്റിറ്റി തന്നെ. അവിശ്വസനീയമായ സംഭവങ്ങൾ കേട്ട് ഹാൻലൺ തിരികെ വീട്ടിലെത്തി ഷാർലറ്റിനോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഉടനെ ടൗണിൽ നിന്ന് മാറ്റാൻ ശ്രമം നടത്തുമ്പോൾ തുടക്കം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ പറയാൻ പോകുന്നതൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ വിശ്വസിച്ചേ പറ്റുമെന്ന്. പക്ഷേ ഹാൻലൺ അറിയുന്നില്ലല്ലോ. എക്കനെ നാട്ടിലെ കൂട്ടരുടെ വികൃതമായ പെരുമാറ്റം കണ്ട് സംശയിച്ച് നിൽക്കുന്ന ഷാർലറ്റിന് ഇതൊന്നും വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോണില്ലെന്ന്. അങ്ങനെ വൈകാതെ തന്നെ ഷാർലറ്റിനെയും ഒട്ടും താല്പര്യത്തെ വില്ലിനെയും ഈ മിഷൻ കഴിയുന്നവരെ ഡെറിയുടെ ഒരു മൂലയ്ക്കുള്ള അവരുടെ എയർബേസിലെ ക്യാമ്പിലേക്ക് താമസം മാറ്റിക്കുമ്പോൾ ലിലി ഇനി എന്ത് ചെയ്യും? മാറ്റി എന്തായാലും പോലീസിനടുത്തേക്ക് വരത്തില്ല. ഗതിയൊന്നുമില്ലാതെ വിഷമിക്കുന്ന ലിലി ഒരാശ്വാസത്തിനായി എത്തുന്നത് ആർക്കടുത്തെന്നോ? ജൂനിപ്പർ ഹിൽ ഹൗസ് കീപ്പർ ഇൻഗ്രിഡ്. മാറ്റി തിരിച്ചെത്തിയതും ഫിൽ ജീവനോടെ ഉണ്ടെന്നുള്ള പുതിയ കാര്യങ്ങൾ അറിഞ്ഞ് ഇൻഗ്രിഡ് ഉടനെ തന്നെ താക്കി നൽകുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾ ഒരേ ഇടാകൂടത്തിലും ചെന്ന് ചാടരുതെന്നും ആ ഓടയ്ക്കുള്ളിലേക്കൊന്നും പോകാൻ നിൽക്കരുതെന്നും ഇത് പോലീസിന് വിട്ടുകൊടുക്കുന്നതാണ് ഏക വഴിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് സത്യത്തിൽ ലിലിക്കൊരു പുതിയ ഐഡിയ തന്നെ ഉണ്ടാക്കുകയാണ്. കാരണം മാറ്റിയും കൂട്ടി ആ ചാലിലേക്ക് പോകുന്നതിനെ പറ്റി അവൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇൻഗ്രിഡ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ആ ബുദ്ധി ഇട്ടുകൊടുത്ത പോലെയാണ് ഈ സംസാരം പോകുന്നത്. എന്തായാലും ഇൻഗ്രിഡ് സ്യൂറിലേക്ക് പോരുമെന്ന് പ്രോമിസ് ചെയ്യാൻ ലിലിയോട് പറയുന്നതിലും അവളുടെ പ്രോമിസിന് അത്ര കട്ടി പോരാ. പ്രഥമ ദൃഷ്ടിയിൽ കുറച്ച് പരുക്കൻ സ്വഭാവമുള്ള ഇൻഗ്രിഡിൻ്റെ ഭർത്താവ് സ്റ്റാൻ കെർഷിനെയും നമുക്കിവിടെ കാണാം. മുമ്പ് നാട് ചുറ്റി കാണാൻ ഇറങ്ങിയ ഷാർലറ്റ് വന്ന് ഫുഡ് മേടിച്ചിരുന്നില്ലേ, അത് ഇയാളുടെ കടയിൽ നിന്നാണ്. ലിലിയുടെ ഡാഡിയെ ഇയാൾക്ക് നല്ല പരിചയമുണ്ട്. ബേസിലേക്ക് താമസം മാറിയ വില്ലിന് ഒരിരിക്ക് പ്രതിയില്ല. വെറുതെ ഇരുന്ന് മുഷാട്ട് കയറി അവൻ ബേസെങ്കിലും ഒന്ന് ചുറ്റിക്കണ്ട് സമയം കളയട്ടെ എന്ന് പുറത്തേക്ക് പോകുന്നു. അച്ഛൻ പറയാതെ പുറത്തേക്ക് കൂട്ടുകാരെ കാണാൻ പോരുന്ന ഷാർലറ്റ് പറയുന്നുണ്ട്. പക്ഷേ പിള്ളേരല്ലേ, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിന് പിന്നാലെ TV ന്യൂസിലെ 2 പ്രധാന വാർത്തകൾ. ഷോഷാങ് ജയിലിലേക്ക് കുറ്റവാളികളെയും കൊണ്ട് പോകുകയായിരുന്ന വാഹനം ആക്സിഡന്റിൽ പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. എന്നാൽ കുപ്രസിദ്ധനായ കുറ്റവാളി ഹാങ്ക് രോഗൻ അപകടത്തിനിടെ രക്ഷപ്പെട്ടു. ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണത്. ഷാർലറ്റുടൻ ഫോണിൽ അഭിഭാഷകനെ വിളിക്കുമ്പോൾ രണ്ടാമത്തെ വാർത്ത, ഗ്യാസ് ലീക്കിനെ തുടർന്ന് നെയ്ബോൾ സ്ട്രീറ്റിനടുത്തൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുന്നു. ഇത് സംഭവം മിലിറ്ററി ബെൽ ഹൗസിലേക്ക് പരിശോധന നടത്തുന്നതിൻ്റെ പേരിൽ തൊടുത്തിട്ടൊരു ഫേക്ക് ന്യൂസാണ്, ആരും വരാണ്ടിരിക്കാൻ. പോകുന്ന സ്ഥലത്തെക്കുറിച്ചും ഒളിഞ്ഞിരിപ്പുള്ള അപകടത്തെക്കുറിച്ചുമൊക്കെ ഫുള്ളർ സംഘത്തോടെ മുന്നറിയിപ്പ് നൽകി തയ്യാറാക്കുമ്പോൾ മുന്നിൽ നിന്ന് വഴികാട്ടിയ ടാനിയലും ഹാലണും റൂസോയും ഫുള്ളറും പിന്നിൽ തുറുപ്പിച്ചിട്ട ഡിക് ഹാലോനാനും 2 സോൾജേഴ്സും അടങ്ങുന്ന ഒരു ഗ്രാൻഡ് ടീം തന്നെയാണ് വെൽ ഹൗസിലേക്ക് കയറുന്നത്. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ഭയം ഏതെങ്കിലും വിധേന മുന്നിൽ കണ്ടേക്കാമെന്നും അങ്ങനെ കണ്ടാൽ ഒന്നും നോക്കാതെ ഷൂട്ട് ചെയ്തേക്കണമെന്നുള്ള ഫുള്ളറിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടങ്ങനെ സംഘം വെൽ ഹൗസിലെ ആ തകർന്ന കിണറിനടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. വില്ലേഴ്സിലേക്കുള്ള ടണലിൻ്റെ തുടക്കം. മിലിറ്ററി മാത്രമല്ല ഈ ദിവസം അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഇതിനേലും വേറൊരു വലിയ സംഭവമുണ്ട്. ലില്ലി ഒടുക്കം മാർജിനെ കൂട്ടി ടൗണിലേക്ക് എത്തി. കുഴപ്പമില്ല, വിശ്വസിക്കാമെന്ന് റോണിയെ പറഞ്ഞ് മനസ്സിലാക്കി. മാറ്റിയോട് കുറച്ച് കട്ടയെ പറയുന്ന കാര്യം അവൻ മുന്നേ പറഞ്ഞില്ലേ, പോലീസിൻ്റെ കയ്യിൽ ചെന്ന് പെടുന്നതിലും നല്ലത് ആ ഓടയിലേക്ക് തിരിച്ചു പോകുന്നതാണെന്ന്. അപ്പോൾ ഇനി മുന്നിലുള്ള ഒരേ ഒരു വഴി ആ ഓടയിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണ്. ഇല്ലേൽ പോലീസിനെ പിടിച്ചേൽപ്പിക്കുമെന്ന്. ലില്ലിയുടെ മനസ്സിൽ ഫില്ലിനെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള വെപ്രാളമാണ്. പക്ഷേ ചെന്ന് കയറി കൊടുത്ത് വീണ്ടും പേടിച്ച് അതിൻ്റെ വായിലെ തീരുമെന്നുള്ള റിച്ചിൻ്റെ ഭയത്തിന് ടെങ് ഡെങ് മമ്മിയുടെ വാല്യൂം പിൽസ് ലിലി വീണ്ടും ഇങ്ങ് തപ്പി. അത് കഴിച്ചാൽ പിന്നെ പേടിയൊന്നും വരില്ലെന്നാണ് പിള്ളേരുടെ വിശ്വാസം. വൈകാതെ എയർബേസിൽ നിന്ന് ചാടിയ വില്ലും അവിടേക്ക് എത്തി. അങ്ങനെ ആ പ്ലാൻ ഏതാണ്ട് ക്ലിയർ ആകുമ്പോൾ വെൽ ഹൗസിലെ കിണറിലൂടെ ടണലിലേക്ക് ഇറങ്ങി നടന്ന് ഒട്ടും വൈകാതെ തന്നെ ഡിക്കിന് ഓരോ ലക്ഷണങ്ങൾ തോന്നുവാണ്, അയാളുടെ അമ്മാവൻ വിളിക്കുന്നത് പോലെയൊക്കെ. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കെ പേടിക്കണ്ട, ടാനിയിലൊന്ന് വീണതാ. ഡിക്കിനുള്ളിൽ ആ പേടി അങ്ങനെ തന്നെ നിൽക്കുവാണ്. മുന്നോട്ട് പോകാൻ ടണലിലെ വെള്ളത്തിലേക്ക് ചാടുന്നതും പിന്നെ ഡിക്കിനെ അവിടെ കാണാനില്ല. ആർമീസ് 2 തപ്പുന്നതിലും ഡിക്ക് എവിടെയില്ല. ഡിക്കാകട്ടെ വെള്ളത്തിലേക്ക് ചാടിയതും മുങ്ങി താഴേക്ക് പോയപ്പോഴുള്ള വിഷനുണ്ടായി പൊങ്ങി കയറുന്നത് അയാളുടെ കുട്ടിക്കാലത്തെ വീടിൻ്റെ ബാത്റൂമിലുള്ള ബാത്ടബിലേക്കും. മുമ്പ് ചോപ്പറിൽ വെച്ച് ഡിക്കിനുണ്ടായ വിഷനിലെ അതേ സ്ഥലത്തിപ്പോൾ റിയലായി എത്തുന്ന സാഹചര്യം. അവിടെ ഡിക്കിൻ്റെ അമ്മാവ് നിന്നിട്ട് അകരെ വീണ്ടും വരുവോ മോനെ എന്ന് പറയുമ്പോൾ കഥകം തുറന്നു വരുന്നത് അച്ചാച്ചനാണ്. ഡിക്കിൻ്റെ കുട്ടിക്കാലത്തെ പേടി സ്വപ്നമായിരുന്നു അയാൾ. ഭ്രാന്തൻ പ്രകൃതവുമായി ചങ്ങല ചുറ്റി താഴിട്ട് പൂട്ടിയൊരു പെട്ടിയുമായിട്ടാണ് അങ്ങനെ ഡിക്കിനടുത്തേക്ക് എത്തുന്നത്. അമ്മാമ്മയുമായിട്ടുള്ള മൈൻഡ് പോയി സംസാരിക്കുന്നത് ഇയാൾ അന്നേ കണ്ടെത്തിയതാണ്. 2 എണ്ണം കൂടെ എന്നെ പറ്റിക്കാൻ നോക്കുവാണെന്ന് പറഞ്ഞ് ആ പെട്ടി തുറക്കാൻ ഡിക്കിനോട് പറയുന്നതിലും അയാൾക്ക് നല്ല പേടി. അത് പറ്റില്ലെന്ന് ദേഷ്യം നിൽക്കെ തോക്കെടുത്ത് അമ്മാമ്മയുടെ കാലയിൽ വിടുവിച്ചിട്ട് അയാൾ തന്നെ സ്വയം ആ പെട്ടി തുറക്കാൻ ഒരുങ്ങുന്നതും ഹാലോറാൻ്റെ കണ്ണിലെ ആ ഭയാനകത അതിഭീകരമാണ്. ആ ബോക്സിനെക്കുറിച്ചൊന്നും റിവീൽ ചെയ്തില്ലേലും ഷൈനിങ്ങിലൊക്കെ പറയുന്ന വെച്ച് ഡിക്കിന് അയാളുടെ അമ്മാമ്മ പഠിപ്പിച്ചു കൊടുത്തൊരു ലോക്ക് ബോക്സ് ടെക്നിക്കുണ്ട്. മോൺസ്റ്ററിനെയും ദുരാത്മാക്കളെയും ജീവിതത്തിലുണ്ടായിട്ടുള്ള ട്രോമയും വരെ അടച്ചു വയ്ക്കാൻ കഴിയുന്ന മാനസികപരമായ ഒരു ഡിഫൻസ് മെക്കാനിസം. ആർക്കും തുറക്കാൻ പറ്റാത്ത രീതിയിൽ മുറുക്കി അടയ്ക്കാൻ മുന്നേ അമ്മാവ് പറഞ്ഞതപ്പോൾ ഈ ബോക്സ് ആയിരിക്കണം. അത് തുറന്നാൽ ഡിക്കിൻ്റെ സകല ട്രോമയും നേരിടേണ്ടി വന്ന പൈശാചികതയും പുറത്തു വന്നേക്കാം. അതാണ് അയാളുടെ കണ്ണിൽ ഇത്ര വലിയ പേടി. ഡിക്കിനെ തിരക്കി ആ 2 പട്ടാളക്കാരും അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോൾ മുന്നേ പോയ ഹാൻലണും റൂസോയും ലെവരിതോടെ പോയി എന്ന് തിരിഞ്ഞു നിൽക്കുന്നു.
തൊട്ടുമുന്നേ ഡാനിയലും ഫുള്ളറും മറ്റൊരു സ്ഥലത്തും. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ പല വഴിക്കായി. സീവറിലേക്കുള്ള മറ്റൊരു എൻട്രൻസ് വഴി മാറ്റി കൂട്ടരെയും കൊണ്ട് കയറി നടന്ന് വൈകാതെ ആ വായിലിട്ട പില്ലിൻ്റെ എഫക്റ്റ് പിള്ളേരിൽ പ്രകടമായി തുടങ്ങുന്നുണ്ട്. ഒരു മന്ദഗതിയും മയക്കവും തലയിറക്കം പോലെയൊക്കെ തോന്നി എഴഞ്ഞ് സംസാരിച്ച് നടക്കുന്നതിലും മാറ്റി അലർട്ടാണ്. സൂക്ഷിച്ചു വാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഡിക്കിനെ തെളിയുന്ന 2 പട്ടാളക്കാർക്കും അടുത്ത് ആരോ വന്ന് അട്ടഹസിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന പോലെ. അവരങ്ങനെ നോക്കി നിൽക്കെ മുന്നിലെത്തി ടണലിൽ നിന്നായി ഒരു രൂപം പാഞ്ഞു വരുന്നു. അങ്കിൾ സാം. കൂട്ടം തെറ്റിയതോടെ റൂസോയ്ക്കും വെപ്രാളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വഴിതെറ്റി പെട്ടു എന്ന് മനസ്സിലാക്കി നിൽക്കെ ഹാൻലൺ നമുക്കെന്തായാലും ഇവിടെ നിൽക്കാതെ നടന്ന് പുറത്തേക്കുള്ള വഴി കണ്ടെത്താമെന്ന് നടക്കെ മേജറിനെ ആരോ വിളിക്കുന്ന പോലെ. നോക്കുമ്പോൾ ഓടി മുന്നിൽ വന്ന് നിൽക്കുന്നു ഷാർലറ്റും. നല്ല പേടിച്ച് നിൽക്കുന്ന അവരോട് നീ എന്താ എവിടെയും ചോദിക്കുമ്പോൾ റൂസോയുടെ കണ്ണിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ റൂസോ പേടി കൊണ്ട് ദേഷിക്കുവേ ഷാർലറ്റ് അതാ. വെടിയേറ്റ് അങ്ങനെ അനങ്ങാതെ കിടക്കുന്ന ഷാർലറ്റിനെ മെല്ലെ നോക്കുമ്പോഴോ ആ വല്ലാത്ത ചിരിയിച്ച് തിരിച്ചു പായുന്നതോടെ മുന്നേ ഫുള്ളർ പറഞ്ഞത് റൂസോയോടായി വീണ്ടും പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാണ്. ഇവിടെ നമുക്ക് പരിചയമുള്ള പലരെയും കണ്ടെന്ന് വരാം. നിന്റെ പഴയ കാമുകിയോ ജിം ടീച്ചറോ ആരെങ്കിലും വന്നാൽ ഒന്നും നോക്കട്ടെ, വെടി പൊട്ടിച്ചേക്കണം. ഇത് കേട്ട് വിറച്ചു നിൽക്കുന്ന റൂസോ ജിം ടീച്ചറാണെങ്കിൽ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ കാര്യം എന്നങ്ങനെ ജാഗ്രതയോടെ ഇരുവരും മുന്നോട്ട് നടക്കുന്നു. ഹാൻലയുടെ മനസ്സിലായി ഇങ്ങനെ ഒരു വിഷൻ മൈൻഡിനെ പുക്കാറാക്കാൻ വന്ന അറച്ചു നിൽക്കാതെ വെടി പൊട്ടിച്ച അതങ്ങ് വലിഞ്ഞോളൂന്ന്. ഫുള്ളറുമൊത്ത് നടക്കുന്ന ടാനിയിൽ പില്ലറിനടുത്തേക്ക് എത്താറ എന്ന് പറയുന്നത് കേട്ട് ഡിക്കിന് എന്തെങ്കിലും സെൻസ് ചെയ്യാൻ കഴിയുന്നോന്ന് തിരിഞ്ഞു നിന്ന് ചോദിക്കുമ്പോൾ അനക്കമില്ല. കാരണം പിറകെ ആരുമില്ല. ഡാനിയൽ ഈ തക്കത്തിന് അവിടെ നിന്നോടി രക്ഷപ്പെടാൻ നോക്കുന്ന വഴിക്ക് ഒരബദ്ധം കയ്യിൽ നിന്ന് ആ കടാരങ്ങ് വെള്ളത്തിൽ പോകുന്നു. ഡാനിയലിനെ നിർത്താൻ വേണ്ടിയിട്ട് ഫുള്ളർ തുടിതുര വെടിവെക്കുന്നതിനെ കൊണ്ട് അവനത് എടുക്കാൻ കഴിയാതെ എങ്ങോട്ട് ഓടി പോകുമ്പോൾ സിറ്റുവേഷൻ വിഷയമായി കൊണ്ടിരിക്കുവാണ്. മാറ്റി സംഘവുമായി ചെന്നെത്തുന്നത് ഒരു ഡെഡ് എൻഡിലേക്ക്. ഓടയ്ക്കുള്ളിലായി ഗ്രില്ലിട്ട് പൂട്ടിയേക്കുന്ന സ്ഥലത്തെത്തി കുഴങ്ങി നിൽക്കുമ്പോഴാണ് ഫുള്ളറുടെ വിളിയെടുക്കുന്നത്. അയാൾ ഡിക്കിനെ തിരക്കി നടക്കുവാണ്. എന്തോ ഇത് കേട്ടിട്ട് മാർജിനെ പേടിയായി തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് നോക്കുന്നതും അഴുക്കുവെള്ളത്തിൽ സൂസിയുടെ ജീർണിച്ച ബോഡി, പിന്നാലെ ടെഡിയുടെ തലയൊട്ടി തകർന്ന ബോഡി, ഒടുവിലേതാ ഫില്ലിൻ്റെ ശവവും. അപ്പോൾ ഫില്ലും മരിച്ചിരുന്നു. എന്നാൽ പിന്നെ എന്തിനു മാറ്റി കളവ് പറഞ്ഞു? അവനവരെ ചതിക്കുകയായിരുന്നു. എല്ലാവരും പേടിച്ചു നിൽക്കെ മാറ്റി അവിടെ നിന്ന് പാടാൻ ആരംഭിക്കുകയാണ്. ഫ്രണ്ട്സിനെ മണ്ടന്മാരാക്കി ഇവിടെ വരെ എത്തിച്ചൊരു പാട്ട്. പോളിൽ കറങ്ങി പാടിക്കൊണ്ടിരിക്കെ അവൻ്റെ തല പിളർക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ കറങ്ങി കറങ്ങി പിളർന്ന് പിളർന്ന് രോമാഞ്ചം. എൻ്റെ മോനെ, മാറ്റിയുടെ പെന്നി വയസ്സിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഭയാനകമായ ക്ലൗണിനെ കണ്ട് നിലവിളി കൂട്ടി പിള്ളേര് ചിതറി ഓടുമ്പോൾ ഇരുട്ടത്തിൽ ലിലി ഒറ്റപ്പെട്ടു പോകുന്നു. ഇന്നേരം ഹാൻലണ റൂസോയും നടന്ന് പുറത്തേക്കുള്ള വഴി കണ്ടു നിൽക്കെ പിള്ളേരുടെ നിലവിളി. പക്ഷേ ഇത് മറ്റൊരു അലക്കുലത്താണോ എന്ന സംശയത്തോടെ റൂസോയും ഹാൻലണും തോക്കും പിടിച്ച് നിൽക്കെ ഓടി വരുന്നതോ വില്ലും. തൊട്ടു മുന്നേ ഷാർലറ്റിൻ്റെ വിഷം കണ്ട് ഹാൻലണിന് ഇത് അടുത്ത വിഷയനാണെന്നല്ലാതെ എന്ത് തോന്നാനാണ്? എന്നാൽ റൂസോയ്ക്കും വില്ലിനെ കാണാം എന്ന് തിരിച്ചറിയുന്നതും. പക്ഷേ ഹാൻലൺ ഒന്നും നോക്കാതെ ചെക്കന് നേരെ വെടി പൊട്ടിക്കുന്നതും അത് ഏറ്റുവാങ്ങുന്നതാകട്ടെ പാവൻ റൂസോയും. നെഞ്ചിൽ തന്നെ തറച്ചേറി ചോര തുപ്പുന്നതും ദുസ്സഹമായൊരു ട്രാജിക് സിറ്റുവേഷൻ. വില്ലിന് പിന്നാലെത്തുന്ന മാർജും റിച്ചും ഈ കാഴ്ച കണ്ട് പേടിയിലും ഷോക്കിലും നിൽക്കെ വില്ലെന്തിനവിടെ എത്തിയെന്ന് ശകാരിച്ച് പിള്ളേരുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ ഹാൻലൺ പറയുന്നു. റൂസോയുടെ ജീവൻ ഹാൻലണിൻ്റെ മുന്നിൽ തന്നെ പൊലിയുമ്പോൾ അത് വളരെ വലിയൊരു ട്രാജഡിയും. ദൂരെ പെന്നി വയസ്സിൻ്റെ അലർച്ച കേൾക്കുന്ന ഹാൻലൺ പിള്ളേരെ ഓടയ്ക്ക് പുറത്തേക്കായി കൊണ്ടുപോകുമ്പോൾ ലിലി ഓടി ഓടിയൊരു ഡെഡ് എൻഡിലായി പോകുന്നു. ദേ ക്ലൗൺ അവളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ പക്ഷേ പേടി മൂർധന്യ അവസ്ഥയിലെത്തിക്കാൻ അവളുടെ അച്ഛൻ്റെ ഭീകരമായ രൂപത്തിൽ ട്രാൻസ്ഫോം ആവുന്നു. തീർന്നു. ലിലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുവാണ്. പെന്നി വയസ്സ് എക്സ്ട്രീം മുഖവുമായി എന്നാ പറ്റി? ആ കടാര. ഡാനിയലിൻ്റെ കയ്യിൽ നിന്ന് പോയ ഡാഗർ ലിലിയുടെ മുന്നിൽ. അതിനെ താണ്ടി വരാൻ ഐഡൻറ്റിറ്റിക്ക് കഴിയില്ല. പരുങ്ങളോടെ അത് പിൻവാങ്ങുമ്പോൾ ലിലിയുടെ തലവര അപാരം. ജ്വലിക്കുന്ന കടാരയ്ക്കെന്തോ സ്പെഷ്യാലിറ്റി ഉള്ളതായി അവൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഒടുവിൽ ആൾ വീണ്ടും എത്തിയിരിക്കുകയാണ് മക്കളെ. എന്തായാലും പിള്ളേരും ഹാൻലണും അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മുമ്പ് ജയിലിൽ വെച്ചിട്ട് ഷാർലറ്റിനോട് ഹാങ്ക് പറഞ്ഞ കൺഫെഷനിലായിരുന്നു. ആ രാത്രി ഒരു വെള്ളക്കാരിയുമൊത്തുള്ള അവിഹിത ബന്ധത്തിലായിരുന്നു എന്ന കാര്യം. ഹാങ്കിൻ്റെ ആ വെള്ളക്കാരി വേറെ ആരുമല്ല, ലില്ലി പോയി കാണുന്ന ഇൻഗ്രിഡാണ്. ഈ ഇൻഗ്രിഡിൻ്റെ ഡാർക്ക് നേച്ചർ കാണുമ്പോൾ അവരെ ചുറ്റിപ്പറ്റിയുള്ള തിയറിയൊക്കെ ഇനി സത്യമാകുമോ എന്നൊരു തോന്നലുണ്ട്. അതേക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയാം. ഷോഷാങ്കിലേക്ക് പോകുന്ന വഴിക്കുള്ള ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഹാങ്ക് നേരെ വന്നിട്ടുള്ളതും ഇൻഗ്രിഡിൻ്റെ കാറിലേക്കാണ് അവളെ ഒന്ന് കാണാൻ. ഉണ്ടത് വെറും അപകടമല്ല, എന്തോന്ന് ബസ്സിനെ ആക്രമിക്കാനായിട്ട് വന്നാണെന്ന് ഹാങ്ക് പറഞ്ഞ ശേഷം പിടിക്കപ്പെടും മുമ്പേ നിരപരാധിത്വം തെളിയിക്കാൻ എന്ത് ചെയ്യുമെന്നൊരെത്തും പിടിയുമില്ല. പക്ഷേ ചിലപ്പോൾ ഒരാൾക്ക് തന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കും എന്ന് ഗ്രോഗൻ ഹാങ്ക് ചിന്തിക്കുന്നത് ഷാർലറ്റിനെയാണ്. ബേസിലുള്ള അവരെ ഒന്ന് കാണാനായിട്ട് ഇൻഗ്രിഡ് എത്തുമ്പോൾ ഉള്ളിൽ ഹാൻലൺ റൂസോയ്ക്ക് സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്ന ഒരു റെക്കോർഡിംഗ് സെഷൻ നടക്കുവാണ്.
ആ ടണൽ വെച്ച് വെടിയേറ്റ് വീണതും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും മുന്നേ റൂസോ മരിച്ചതെക്കുറിച്ചും സംസാരിച്ച് അവിടെ വിങ്ങിപ്പൊട്ടിയിരിക്കുമ്പോഴാണ് ജനറൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. റൂസോ ഒരു നല്ല മനുഷ്യനായിരുന്നെന്ന് ആശ്വസിപ്പിച്ച് അയാളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഹാലണ് മനസ്സിലായി. ആ ഓടയ്ക്കുള്ളിൽ വെച്ച് എന്തൊക്കെ നടന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹാലണ് ഒന്നും സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. തൻ്റെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം വേണമെന്ന് പറയുന്നത് കണ്ട് വിഷമം മനസ്സിലാക്കി ഷാ പോകുന്നു. പക്ഷേ ഇനിയും ഡിക്ക് ഹാലോറാൻ തിരിച്ചെത്തിയിട്ടില്ല. ഹാലൺ പോകും മുമ്പേ ഡിക്കിനെ തിരക്കുമ്പോൾ ഷായുടെ ചിന്ത അതിനുള്ളിലേക്ക് പോയ വേറെ ആര് തിരിച്ചു വന്നില്ലെങ്കിലും ഡിക്ക് എങ്ങനെയും പുറത്തു കിടക്കുമെന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആളിതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നേരം നമ്മൾ കാണുന്നത് ഷാ പറഞ്ഞ പോലെ തന്നെ ആ ഭീകരതയിൽ നിന്ന് അതിജീവിച്ച് പുറത്തേക്ക് അവശനായി വരുന്ന ഡിക്കിനെയാണ്. അയാളവിടെ കാണുന്നത് കണ്ണൊക്കെ വെളുത്ത് സ്പിരിറ്റായി മാറിയ റൂസോയെ. ആ പെട്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന ഡിക്കിൻ്റെ സംഭ്രമത്തിലും പരവേശത്തിലും നമ്മൾ ഈ അന്യായ എപ്പിസോഡിന് ഇവിടെ തടയിടുകയാണ്. സോറി ഗൈസ്, അടുത്ത എപ്പിസോഡ് വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഡിക്ക് സ്വസ്ഥമായി അടക്കി വെച്ചിരുന്ന ട്രോമയും ദുരാത്മാക്കളും എല്ലാം വീണ്ടും പുറത്തായെന്നുള്ളൊരു ടീസിംഗ് ആണോ റൂസോയിൽ നമ്മൾ കണ്ടത്? ഒടുക്കം ആ പെട്ടി കാട്ടുമ്പോൾ ചുറ്റിലുമായി ചോരയും കാണാം. നമ്മൾ 3-ാം എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കുഞ്ഞു ഫ്രാൻസിസിനെ നിരീക്ഷിക്കുന്നതായി കണ്ട ഒരു ക്യൂട്ട് ക്ലൗൺ വേഷം ധരിച്ച പെൺകുട്ടിയില്ലേ, അവൾ ഇപ്പോഴും ഒരു മിസ്റ്ററിയെ തുടരുമ്പോൾ ക്ലൗൺ പെന്നിവൈസ് മുന്നേ ബോബ് ഗ്രേ ആയിരുന്നുവെന്ന് മിക്കവർക്കും അറിയാമല്ലോ അല്ലേ? തെരുവ് സർക്കസിൽ വിദൂഷക വേഷം പകർന്നു നടന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ബോബ് ഗ്രേ. അയാളുടെ ആ വിദൂഷക സ്വഭാവത്തെ എൻറ്റിറ്റി കീഴടക്കിയതിലൂടെയാണ് പെന്നിവൈസ് എന്ന ക്ലൗൺ രൂപത്തിലെത്തിയത്. ബോബ് ഗ്രേക്കൊരു മകളുണ്ട്. ഫ്രാൻസിസിനെ നോക്കിയതായി കണ്ട പെൺകുട്ടി ആ മകൾ ആയേക്ക. അതുപോലെ ആ മകളാണിപ്പോൾ വളർന്ന ഇൻഗ്രിഡ് ആയിരിക്കുന്നത് എന്ന ടോക്ക് നേരത്തെ മുതൽക്കേ ഉണ്ട്. പക്ഷേ പുതിയ ടീസിങ്ങിൽ ഇൻഗ്രിഡിൻ്റെ രഹസ്യം ലില്ലി കണ്ടെത്തുന്ന പോലെ ഒരു ഗ്ലിംസ് ഒക്കെ കാണുമ്പോൾ ഇതിലെന്തോ ഒരു ഫാക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റോണിയുടെയും ഹാഗിൻ്റെയും കാര്യത്തിലൊക്കെ അരുതാത്ത കാഴ്ചകൾ വീണ്ടും കാണേണ്ടി വരും. ഇൻഗ്രിഡിൻ്റെ ഭർത്താവ് പറഞ്ഞാൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ല, തന്നെയും അവളെയും അയാൾ തന്നെ തീർക്കുമെന്ന് ഹാങ് പറഞ്ഞത് ഇപ്പോൾ നോക്കുമ്പോൾ ഗൗരവമുള്ളത് തന്നെയാണ്. ഭർത്താവായ സ്റ്റാൻകർഷ് ഒരു മാംസക്കച്ചവടക്കാരൻ കൂടിയായതുകൊണ്ട് കശാപ്പ് നടത്തുന്ന നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ അയാളുടെ കാണും. മാറ്റ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉദ്ദേശം ലിലിയും കൂട്ടരെയും ഓടയിലേക്ക് എത്തിച്ച് അവരെ പേടിപ്പിച്ച് ശാപ്പിടാൻ തന്നെ ആയിരുന്നു. ഇൻഗ്രിഡിലൂടെ ആ ഒരു ബുദ്ധി ലിലിയിലേക്ക് എത്തിയത് ഗ്യാലുവിൻ്റെ അംശമടങ്ങിയ ഡെറിയിലെ ഭൂജലം മൂലം ഇൻഗ്രിഡിനെ തോന്നിച്ചതാണോ അതോ ഇതിനു പിന്നിൽ വേറെ എന്തെങ്കിലും കളി നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും മമ്മിയുടെ പിൽസ് കൊണ്ടൊരു തേങ്ങ നടക്കാൻ പോകണമെന്ന് ലിലിക്കും കൂട്ടർക്കും മനസ്സിലായത് നല്ല കാര്യം. ഫുള്ളർക്കും ടനയിലും എന്ത് സംഭവിച്ചു എന്നത് നിഗൂഢതയാണ്. അപ്പോൾ നിങ്ങളുടെ ഷാർപ്പ് ഡാഗർ മൈൻഡിൽ വരുന്ന ഷൈനിങ് ഐഡിയസിനെ കുറിച്ച് കേട്ടോളാൻ വയ്യ. കമൻറ്റ് ബോക്സിൽ ഞാൻ കാത്തിരിപ്പുണ്ട്. അപ്പോൾ പുതിയ ഡെറിഫിക് എക്സ്പീരിയൻസുമായി സീ യു ലവ്ലീസ്. അണ്ടിൽ ദെൻ, ഡാൻസ് വിത്ത് ദ ക്ലൗൺ. Dark and cover kiddos.